പൂർണ്ണമായും അഹമ്മദ് അലിയുടെ കഥയാണ്. Okay. അതിലേക്ക് അതിൽ അഹമ്മദ് അലിയുടെ മകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അഹമ്മദ് അലിയുടെ അച്ഛനായിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ആ സീനായിരുന്നു അത്. ലാലേട്ടന്റെ സീൻ നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ എടുക്കായിരുന്നു. ഈ സീൻ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇത് ഇവിടെ കാണിച്ചാൽ നമുക്ക് അവിടെ ഈ ഹൈ കിട്ടില്ല. ഫൈൻ ആക്ടർക്ക് മാത്രമേ ഒരു മാസ് സിനിമ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റൂ. ഒരു ആക്ഷൻ ഡ്രാമ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പൃഥ്വിരാജ്. ഞാൻ അറിയാതെ ഒന്ന് വിരിഞ്ഞു പോയാൽ അപ്പൊ തന്നെ പറഞ്ഞിട്ടാ ശ്വാസം വിട്ടിട്ട് അതൊക്കെ. വൈശാഖ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതം. സങ്കടം എന്ന് വെച്ചാൽ ഈ ആരെങ്കിലും ഒരു റിവ്യൂ പറയുന്ന കേട്ടി കാണാനുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളൊരു പരാജയം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മറുവശത്ത് ഒന്നോ രണ്ടോ മനുഷ്യരിരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. സ്റ്റുഡിയോയിൽ രഞ്ജി പണിക്കർ, വൈശാഖ്, വെൽക്കം. താങ്ക് യു. താങ്ക് യു. ഈ പൃഥ്വിരാജ് ആസ് ആൻ ആക്ടർ എന്നുള്ള ഗ്രോത്തും കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പല ഭാഷകളിൽ മലയാളം ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആക്ടർ ഒരു രസമുള്ള ജേർണി ആയിട്ടും കൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പൃഥ്വിയെ വെച്ചിട്ടൊരു മാസ് കമേഴ്ഷ്യൽ പടം എന്നുള്ളത് മിസ്സിംഗ് ആയിരുന്നു. പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, എന്ന് വരും എന്നുള്ളത്. അവിടെയാണ് ഖലീഫയുടെ അനൗൺസ്മെന്റ് വരുന്നത്. അതിന്റെ ഫോളോ അപ്പ് നോക്കുകയാണെങ്കിൽ ചെറിയ ലൊക്കേഷൻ സ്റ്റില്ല്, വീഡിയോ മുതൽ പൃഥ്വിയുടെ ട്രാൻസ്ഫോർമേഷൻ, ഇതെല്ലാം അൻവർ എറയായിട്ട് ലിങ്ക് ചെയ്ത് അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നു. അവിടെ നിന്ന് ആക്ടർ സ്റ്റാർ പൃഥ്വിരാജിനെ ഒരു മാസ് ഹീറോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡയറക്ടർ വൈശാഖിന്റെ കയ്യിൽ കിട്ടുന്നു. ഈ ഡയറക്ടിങ് പൃഥ്വിരാജ് ഈ പറഞ്ഞ പോലെ ബ്രീഫ് കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഒരു ഫൈൻ ആക്ടർക്ക് മാത്രമേ ഒരു മാസ് സിനിമ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്തൊരു സംശയവും വേണ്ട. അതിന്റെ കാരണം നല്ല ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന സിനിമകളിൽ അതിന്റെ സീനുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഇമോഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് നേരെ അതായത് ഒരു ആക്ടർക്ക് കിട്ടുന്ന പശ്ചാത്തല സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാസ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അതത്ര കോൺട്രിബ്യൂട്ടിങ് അല്ല. കാരണം കഥ എന്താണെന്ന് നമുക്കറിയാം, സാഹചര്യങ്ങൾ എന്താണെന്ന് ഏറെക്കുറെ നമുക്കറിയാം, ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് ഏറെക്കുറെ അറിയാം. അതിനെല്ലാം പ്രേക്ഷക മൈൻഡ് സെറ്റാണ്. ഓൾമോസ്റ്റ് നമുക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ പറഞ്ഞാൽ കുറെ കൂടെ ഫേക്ക് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ്, അതായത് ഇമോഷണൽ സാഹചര്യങ്ങളിലൂടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടും. അത് ബ്രില്യൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ആ പോയിന്റിൽ അത് കൃത്യമായിട്ടും ബിലീവബിൾ ആയിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് കിട്ടിലൻ ആക്ടേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സ്പെഷ്യലി ഞാൻ മലയാളത്തിലെ കാര്യമായിട്ട് പറയുന്നത്, മറ്റു ഭാഷകളെ കുറിച്ച് എനിക്കറിയാം. മലയാളത്തിൽ അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല. നമ്മളിവിടെ ഒരു മാസ് സിനിമയിൽ ഒരു ഹീറോ അത്രയും സക്സസ്ഫുൾ ആകണമെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് പോകണമെങ്കിൽ നല്ല ആക്ടർക്ക് മാത്രമേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ രാജു ഒരു ഫൈൻ ആക്ടർ ആയതുകൊണ്ടാണ് ആൾക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കോൺഫിഡൻസോട് കൂടി ആളെ ഏൽപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാനൊരു 16 വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ലൈക്ക് ആക്ടർ ഡയറക്ടർ. ഈ 16 വർഷത്തിനിടയിൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഭയങ്കര അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആളുകളുടെ സ്കില്ല് ഉപയോഗിക്കാൻ പഠിച്ചിട്ടുണ്ട്. ടൈമിങ്ങുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ ടൈമിങ്ങുകളാണ്. അതിപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ആക്ഷൻ ടൈം ഇപ്പോൾ ഞാൻ ഒരു റിഹേഴ്സലിലും റിഹേഴ്സൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. റിഹേഴ്സൽ വാച്ച് ചെയ്യാറേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ അവരുടെ കൊറിയോഗ്രാഫേഴ്സ് കാണിക്കുന്ന റിഹേഴ്സൽ അയാൾ നോക്കി നിൽക്കും. മാക്സിമം അയാൾ ചെയ്യുന്നത് ഒരു ടൈമിംഗ് ഒന്ന് നോക്കും, അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു വളരെ സ്ലോയിലി ഒരു ടൈമിംഗ് നോക്കുന്നല്ലാതെ അങ്ങനെ ഒരു 2-3 റിഹേഴ്സൽ എടുത്തിട്ട് ഫൈൻ ട്യൂൺ ചെയ്യുന്ന പരിപാടിയില്ല. എന്നിട്ടും ഒരു ടേക്ക് പോലും ആൾക്ക് വേണ്ടി എടുത്തിട്ടില്ല എക്സ്ട്രാ. ഇതിൽ എന്തെങ്കിലും ആക്ഷനിൽ റീടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫൈറ്റേഴ്സിനുള്ള റീടേക്കുകളാണ്. ഞാൻ വെറുതെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ റിയലി നടന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഫുട്ടേജുകളുണ്ട് ഇഷ്ടംപോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് വേണ്ടി ഒരു ടേക്ക് പോകേണ്ടി വന്നു. കാരണം അത്ര ആക്യുറേറ്റഡ് ആയിട്ടുള്ള ടൈമിങ്, ആളുടെ മെമ്മറി ഭയങ്കര, അതായത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇയാൾ ക്യാപ്ചർ ചെയ്യാൻ തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ നടക്കണ കാര്യം. കാരണം ആ കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കും, കറക്റ്റ് ടൈമിങ്ങിൽ അത് ഫിനിഷ് ചെയ്തിരിക്കും. സോ ഭയങ്കര എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ആക്ഷൻ സിനിമയ്ക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് അത് ഇപ്പോൾ ഒരു ആക്ഷൻ ഡ്രാമ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്
പൃഥ്വിരാജ്. Yeah. ഈ സിനിമയിലെ ഭയങ്കര എക്സൈറ്റിംഗ് സീക്വൻസുകളിൽ ഒന്നായിരുന്നു ഈ ആലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഈ രാഘവൻ വരുന്നു, ഇവരെ മറ്റേ ഇന്റർഗേഷൻ നടക്കുന്നു. അപ്പൊ ഇതിനു മുന്നേ വിട്ടത് ആരാണെന്ന് ചോദിക്കുന്നിടത്ത് കട്ട് ടു UK-ലോട്ടാണല്ലോ നേരെ വണ്ടി. ഇത് നമുക്കറിയാം, ഇപ്പൊ ഇയാളെ കാണിക്കുന്നറിയാം. ആ മൊമെന്റിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. അവിടെ ഈ കിക്ക് കിട്ടണം. കിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത്രയും ഹൈപ്ഡായ പ്രേക്ഷകർ നേരെ ലോ ആയി പോവാം. ആ മൊമെന്റിൽ എടുക്കുന്ന ധൈര്യം, ഒന്നാമത്തെ കാര്യം. ഇത് അടിക്കുമെന്ന് ഉറപ്പിക്കുന്നത് ഇതിന് ഷോർട്ട് ഡിവിഷൻ. അത് എന്താ ഈ ടെംപ്ലേറ്റിൽ ചെയ്യുന്ന എല്ലാ മാസ് സിനിമകൾക്കും ഇതാണ് നമ്മളുടെ കൺസേൺ. ബിക്കോസ് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോവുക. കാരണം അവരും ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നമ്മളും ഏറെക്കുറെ ആ റൂട്ടിൽ തന്നെയാണ് ഡിസൈൻ ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മൾ പൊതുവേ അങ്ങനത്തെ മാസ് സിനിമകളുടെ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കിയെങ്കിൽ അത് ഏത് ഭാഷയിലായാലും അതിൻ്റെ സ്ട്രക്ചറിന് വലിയ വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്സൈറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ബ്രോ ചോദിച്ച അതേ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും അറിയാം അടുത്തത് ഹീറോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് അത് എക്സൈറ്റ്മെന്റ് തരാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു കൗതുകമാണ് പ്രേക്ഷകർക്കുള്ളത്. അപ്പം അതിങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുവെ നമ്മൾ ചിന്തിക്കുക ആ സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ എലമെന്റ്സുകളാണ് പുതിയതായിട്ട് കിട്ടുക, ആൾക്കാരെ സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റുക. അപ്പം ബ്രോ പറഞ്ഞ ഈ സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എബ്രോഡ് ലെവലിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന ഒരു ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സൗത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ഫൈറ്റിന്റെ ഒരു സ്വഭാവം കൊടുക്കാൻ പറ്റില്ല. അത് മാച്ച് ആവില്ല. ആ വിഷ്വലുമായിട്ട് അത് ഒരിക്കലും മാച്ച് ആവില്ല. അപ്പൊ അത് നമ്മളപ്പോ ഡിസൈൻ ചെയ്തത് തന്നെ കുറച്ച് വെസ്റ്റേൺ ഫൈറ്റുകളുടെ ഒരു സ്വഭാവത്തിലാണ്. ഈവൻ കൊറിയൻ ഫൈറ്റുകളുടെയും അല്ല, കുറച്ചുകൂടെ വെസ്റ്റേൺ സിനിമകളുടെ ഫൈറ്റുകളുടെ ഒരു സ്വഭാവത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഷോർട്ട് ഡിവിഷൻ, ഈ പറഞ്ഞ പോലെ ലെങ്തി ഷോട്ടുകൾ, ഹാൻഡ് ടു ഹാൻഡ് മൂവ്മെന്റ്സുകൾ, ക്യാമറയുടെ മൂവ്മെന്റ്സ്, അതായത് ആക്ഷനൊപ്പം ക്യാമറ സഞ്ചരിക്കുന്ന രീതി, അങ്ങനെ അത് നമുക്ക് ലൊക്കേഷൻസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു ബ്രിഡ്ജിങ്, ഒരു കണക്ഷൻസ് കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ. എന്നാൽ ഈ ചെറിയ സമയത്തിനകത്ത് പറയണം, കാരണം അതിനൊരു വലിയ ഇമോഷണൽ റീസൺസ് ഇല്ലാത്ത ഫൈറ്റ്. അപ്പൊ ഒരുപാട് ലെങ്തി നമുക്കത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇമോഷൻ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതേസമയം ഇത് കുറച്ചുകൂടെ സ്റ്റൈലും സ്വാഗിലും മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഈ സീക്വൻസിന് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ പർപ്പസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്ത്, അപ്പൊ നമ്മൾ ആ വിഷ്വൽസിന് പറ്റുന്ന പോലത്തെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ, ഒരു എക്സിക്യൂഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അത് ചെയ്തത്. വർക്കൗട്ട് ആയതും തിയേറ്ററിൽ ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് കിട്ടിയത് ആ ഒരു പർപ്പസ് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ട്യൂൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഈ ആക്ടർ രഞ്ജിയേട്ടൻ ഒരുപാട് സിനിമകളുടെ ഭാഗമാവുന്നു, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. അവിടെ നിന്ന് ഖലീഫിൽ വരുന്ന സമയത്തേക്ക് പൃഥ്വിരാജിന്റെ ഫാദറാണ്, ഈ ലാലേട്ടന്റെ മകനാണ്. ഇതിലൊരു ഇവനെ ക്യാരക്ടർ കേൾക്കുമ്പോൾ ഒരു പക്ഷെ അന്ന് ലാലേട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഉണ്ട്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി കഴിഞ്ഞിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഷൂട്ട് ചെയ്ത് ലണ്ടൻ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു. ഈ ഫാദർ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തല്ലോ. അഗെയിൻ ഖലീഫ് വരുന്ന സമയത്തേക്ക് എന്താ ശരിക്കും ഹുക്ക് എന്താണ്? കാരണം ആക്ടർ രഞ്ജി പണിക്കർ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്താ? ഞാൻ ഒരുപാട് ഈ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും സബ്ഡ്യൂഡ് ആയിട്ടുള്ള, ഇത്രയും മെലോഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ്. റെയറസ്റ്റ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിനും ഇങ്ങനെ ഒരു സ്വഭാവമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മളെ ഹുക്ക് ചെയ്യുന്നതിനൊപ്പം നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യും. ഒന്നാമത് എൻ്റെ ശരീരം എനിക്കൊരു വലിയ ബാധ്യതയാണ് അങ്ങനെ ഒരു വേഷം ചെയ്യും. ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്ത് പിന്നെ വർക്കൗട്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ബോഡി സ്റ്റിഫാവും. പിന്നെ ഞാൻ അങ്ങനെ ഞെളിഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു സിനിമയുമല്ല ഇത്. ഒരു ഗോത പോലത്തെ ഒരു സിനിമയൊന്നും അല്ലല്ലോ. അപ്പോ
പിന്നെ വൈശാഖ് എന്നെ നല്ലപോലെ പറഞ്ഞു പേടിപ്പിച്ചു. ചേട്ടനേ അല്ല, ചേട്ടൻ്റെ ശരീരം ഇങ്ങനെ അല്ല വേണ്ടത്. അതായത് ഞാൻ എന്തായിട്ട് അവിടെ ചെല്ലുന്നു അതൊന്നും അല്ലാത്ത വേറൊന്നായിട്ട് അഭിനയിക്കുക. എനിക്ക് തോന്നുന്നു പലതവണ ഷോട്ടിൽ എന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അറിയാതെ എൻ്റെ ബോഡിക്ക് വരുന്ന ഒരു ബലമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഏറ്റവും ട്രിക്കി ക്യാരക്ടർ ഇതായിരുന്നു, ഏറ്റവും ചലഞ്ചിങ് ക്യാരക്ടർ ഇതായിരുന്നു. കാരണം ഈ രണ്ട് ജനറേഷന്റെ ഇടയിൽ പെട്ടുപോയ ഒരു ജനറേഷനാണ് അത്. രണ്ട് ജനറേഷൻ വളരെ സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. അതിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു പാവം ക്യാരക്ടറാണ്. അപ്പൊ അത് പിന്നെ ഒരു സട്ടിൽ വേയിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചേട്ടനോട് ആദ്യം തൊട്ടേ പറഞ്ഞു ഇങ്ങനെയാണ്. രഞ്ജേട്ടൻ എന്താണോ അതിന്റെ എല്ലാം നേരെ അതെല്ലാം ഷെഡ് ചെയ്തിട്ട് നിൽക്കണം. പുള്ളി അതിനുവേണ്ടി ഒരുപാട് പിന്നെ അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ട്. കാരണം ക്യാരക്ടറിന്റെ വോക്ക് ആണെങ്കിലും നിപ്പാണെങ്കിലും ബോഡി ലാംഗ്വേജ്, ഡയലോഗ് ഡെലിവറി, ചെറിയ ചെറിയ മാനറിസങ്ങൾ എല്ലാം വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂറ്റിയിൽ ത്രൂ ഔട്ട് പടം. ഈ പടത്തിൽ തന്നെ ഈ സിനിമയുടെ മൊത്തം രൂപത്തിൽ ഈ ക്യാരക്ടറിന് 3 ഫേസും ഉണ്ട്. ആള് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വളരെ വളരെ സ്വാഭാവികമായി ട്രാവൽ ചെയ്യുന്ന, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട്. അതിനുശേഷം കോൺഫ്ലിക്റ്റുകൾ വന്ന ഒരു കാലഘട്ടമുണ്ട്, കംപ്ലീറ്റ് ആയി തകർന്നു പോയ ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ഈ 3 കാലഘട്ടത്തിലും കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവം കൃത്യമായി പിടിക്കുക, മീറ്റർ പിടിക്കുകയും ഇതിന് ഈ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻസ് വരുത്തുന്നതിലൊക്കെ വളരെ ശ്രദ്ധയോടെ രഞ്ജേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് എന്നെ സിനിമ കണ്ടിട്ടും ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രഞ്ജേട്ടൻ വളരെ ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പവർഫുൾ രഞ്ജേട്ടൻ വീക്കസ്റ്റ് ആവുകയാണല്ലോ. എനിക്ക് തോന്നിയത് ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുമല്ലോ, ഇത്ര ആൾക്കാര് ക്യാമറ കണ്ണുകള്, ഇയാളാണെങ്കിൽ വീക്കായി ചെയ്യണം എന്നറിയാതെ ഇത് കാണുന്ന പൃഥ്വിക്ക് ഉണ്ടാകുന്ന അതേ ഫീലിംഗ് നമുക്കും വരും. പാവം മനുഷ്യൻ പുള്ളി ഇവിടെ നിൽക്കുവാണോ. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യവും അതാണ്. ഞാൻ എൻ്റെ മുഖത്തും ശരീരത്തും ഒക്കെ ഉള്ള അത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഇതാകുക എന്നത്. അപ്പൊ അതൊരു വലിയ ചലഞ്ചായിരുന്നു. എനിക്ക് തോന്നുന്നു വൈശാഖനെ ആ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയാതെ ഒന്ന് വിരിഞ്ഞു പോയാൽ അപ്പൊ തന്നെ പറഞ്ഞിട്ടാ ശ്വാസം വിട്ടിട്ട് അതൊക്കെ എന്ന് പറയുമായിരുന്നു. അപ്പൊ അത് ആ ഗൈഡ് അങ്ങനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. ഒന്നാമത് ഈ ഓർഡറിലല്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. രാവിലെ ചെല്ലുമ്പോഴാണ്, സീൻ വായിക്കുമ്പോഴാണ് നിങ്ങൾ ഈ 3 ഫേസിൽ ഏതിലാണ് എന്നുള്ളത് തീരുമാനിക്കുക. അപ്പൊ അതിന് മുൻപുള്ള ഫേസ് ചെയ്തിട്ടാവില്ല ചിലപ്പോ ഈ അടുത്തതിലേക്ക് പോകുന്നത്. അപ്പൊ അത് സംവിധായകൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സംവിധായകന്റെ ഒരു കൃത്യമായ ഒരു ഗൈഡൻസും റെസ്ട്രിക്ഷൻസും. അങ്ങനെ നടക്കരുത്. ഇപ്പൊ ഞാൻ ആദ്യം നടക്കുമ്പോൾ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ വൈശാഖനോട് പറഞ്ഞു അങ്ങനെ നടന്ന് കാണിക്കും. അപ്പൊ ഒരു സ്ട്രോക്കും കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. വീക്കസ്റ്റ് ആണ്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കൈക്ക് ബുദ്ധിമുട്ടുണ്ട്. കൈക്കല്ല, അയാളുടെ മൊത്തം ശരീരത്തിന് ആ ഒരു ആവശ്യതയുണ്ട്. അപ്പൊ അതെല്ലാം അത് വർത്തമാനത്തിൽ കൊണ്ടുവരണം, നോട്ടത്തിലും ഒക്കെ അത് കൊണ്ടുവരണം. അതൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. രസമായിട്ട് ചെയ്തെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ ഡയറക്ടർക്ക് കൊടുക്കും. കാരണം എന്നെ അങ്ങനെ എന്റെ ശരീരത്തിനെ എനിക്ക് പരുവപ്പെടുത്തണമെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വാഭാവികമായ ഒരു ശരീരപ്രകൃതത്തിൽ എനിക്ക് നടക്കാനും സംസാരിക്കാനും നോക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതെല്ലാം അഴിച്ചു കളയുന്ന ഒരു പ്രൊസീജിയറായിരുന്നു ഇതിന്റെ ഒരു അഭിനയം എന്ന് പറയുന്നത്. ഈ രഞ്ജേട്ടന്റെ ക്യാരക്ടർ പറഞ്ഞ കൂട്ടത്തിൽ ആഡ് ഓൺ ചെയ്യാണ്. ഈ ക്യാരക്ടറിന്റെ മരണം ഉണ്ടല്ലോ, അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും പുള്ളി വരണം, അവിടെ ഒരു മൊമെന്റിനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഡയറക്ടർ വൈശാഖ് ഇതിനെ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്, ഷോർട്ട് ചെയ്യാൻ പോകുന്നത്? അതൊരു ഹുക്ഡായ ഷോട്ടായിരുന്നു. ഈ കബർ പൊക്കുമല്ലോ, ഒരു വൈറ്റ് ഷോട്ടിൽ ഇതങ്ങ് പൊന്തി ഇത്ര ആൾക്കാരുടെ വൺ ഷോട്ടായിരുന്നു. അത് സ്ട്രക്ചർ ചെയ്ത് അവിടെ നിന്ന് പിന്നെ പൃഥ്വി വിലങ്ങിട്ട് ഇവരുടെ ഇടയിൽ കൂടെ നടന്നു വരുന്നത് അത് മൊമെന്റ് ആയി. ആക്ച്വലി നമ്മൾ അതിൽ ഭയങ്കര ഇന്നായി പോയി. അതിലാണ് സത്യത്തിൽ ഇയാള് മരിച്ചു കഴിഞ്ഞ് നമ്മളെ ക്ലച്ച് ചെയ്യുന്നത് ആ ഷോട്ടിൽ. അത് സത്യം. ആ സ്കോറും കൂടി ആകുമ്പോഴത്തേക്കും എനിക്കത് ഫീൽ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം
ഞാനാണല്ലോ പിന്നീട് മരിച്ചത്. എന്റെ കഥാപാത്രം മരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എനിക്ക് എന്തിനു വിഷമം? കണ്ണ് നിറയുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഉം. ആ ഷോട്ട് ഭയങ്കരമായിട്ട് ഉം. നമ്മളെ മുറുക്കി. യെസ്. ഗംഭീര ഷോട്ടായിരുന്നു. എന്താ ആ സീക്വൻസിന്റെ ഒരു ഇല്ല ഇനീഷ്യൽ അത് ഈ ഐഡിയ? പറഞ്ഞ പോലെ ഈ നമ്മളുടെ പിന്നെ അങ്ങോട്ടുള്ള പോക്കിന് സിനിമയുടെ പോക്കിലേക്കുള്ള റീസൺ ആണത്. അപ്പൊ ഇമോഷൻ സ്ട്രോങ് ആയി ഡെലിവർ ചെയ്യണം എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു പർപ്പസ്. അപ്പം നമ്മളതെന്താ സംബന്ധിച്ചാൽ ഇപ്പം ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ 10-16 വർഷമായി. അതിൻ്റെ ഇടയിൽ ധാരാളം സിനിമകൾ ചെയ്തു. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ടെംപ്ലേറ്റ് സെയിം ആണെങ്കിലും പാറ്റേൺ സെയിം ആണെങ്കിലും ഇതിൻ്റെ ഒരു ഡെലിവറി ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വരേണ്ടി വരും. അപ്പം ഇപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് തോന്നിയ ഒരു തോന്നലിൽ നിന്നും ആദ്യം ആ ആളുടെ മരണം നമ്മൾ കാണിക്കുന്നു. അപ്പം മരണത്തിൽ പിന്നെ മരിക്കുമെന്ന് ഉറപ്പായിട്ടും അറിയാവുന്ന സ്ഥിതിക്ക് റീസൺസ് എന്തായാലും ഉണ്ടാകുമെന്നറിയാം. അത് എത്രത്തോളം ചിന്തിക്കുന്ന വഴികളിൽ നിന്ന് മാറ്റി 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 കൊണ്ടുപോയി അങ്ങറ്റം വരെ എത്തിക്കാം മരണം വൈകിപ്പിക്കുന്നതില് അതാണ് ആദ്യത്തെ ഒരു റിസ്ക്. ഇപ്പോ ഉദാഹരണത്തിന് ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നത്, ഏത് പോയിന്റിൽ വെച്ചാണ് കൊല്ലപ്പെടാൻ പോകുന്നത്, എങ്ങനെയാണ് കൊല്ലപ്പെടാൻ പോകുന്നത്. അപ്പം അതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധയെ മാറ്റി 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 കൊണ്ടുപോയി മരണം വരെ എത്തിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പോയിന്റും, പിന്നെ രണ്ടാമത്തെ വിഷയം സ്ട്രെയിറ്റ് ഹീറോയുടെ ഇമോഷനിലേക്ക് അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ കണക്ട് ചെയ്യുന്ന വഴിയിലാണ് ഈ റൂട്ട് വരുന്നത്. കാരണം അത് ആളുടെ കൂടെ പ്രസൻസിലാണ് സംഭവിക്കുന്നത്, ഹീറോയുടെ കൂടെ പ്രസൻസിലാണ് സംഭവിക്കുന്നത്. അപ്പം ആളുടെ ഇമോഷൻസ് എത്രത്തോളം അയാൾ ഹിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം അയാൾക്കത് അത് ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് അതിൽ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ആ സമയത്ത് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നേ, ഞാനിപ്പോൾ കുറേ സിനിമകൾ നമ്മൾ മലയാളത്തിൽ ഒട്ടൊരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു 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 ഖബർ എങ്ങനെയാണ് സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ളത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല മറ്റ് സിനിമകളിൽ. അപ്പം എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതായത് അത് ഇമോഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ഡീറ്റെയിലുകളിലൂടെ ആ ഇമോഷൻസ് കൊണ്ടുവരണം എന്നെനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ട് ചെയ്ത് അത്രയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതിൽ ഏറ്റവും ഷാർപ്പ് പോയിന്റ്സുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കൂടെ ചേർത്ത് വന്നപ്പോഴാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനതൊരു ഖബർ അടക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആൾക്കാരോട് ചോദിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് ആ ഇമോഷൻസ് കണക്ട് ചെയ്തത്. അപ്പം ഞാൻ ആദ്യം അത് സീനായിട്ടാണ് എടുത്തത്. ഈ ഭാഗം മൊത്തം, അതായത് അവിടുന്ന് വരുന്നതും ഖബർ അടക്കുന്നതും അതിനുശേഷം പിന്നെ ഹീറോ ഒരു മോട്ടീവോട് കൂടി അവിടെ നിന്ന് പോകുന്നത് വരെയുള്ള ഭാഗങ്ങളെ എല്ലാം സീനുകളായിട്ടാണ് എടുത്തത്. അപ്പം അതിനുശേഷം ഷൂട്ട് കഴിഞ്ഞ് എഡിറ്റിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അത് സീനായിട്ട് പറയുന്നതിനേക്കാളും ഒരു സോങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പറയാമെന്ന് തോന്നിയപ്പോഴാണ് വളരെ ഏർലി മുതൽ ഒരു എയർപോർട്ട് സീൻ മുതൽ ഇങ്ങറ്റം വരെ ഒരു സോങ്ങിലൂടെ കണക്ട് ചെയ്ത്. അപ്പം ആ സോങ് ഉണ്ടാക്കലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സോങ് വേണം. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ അങ്ങനെ ഒരു സോങ്ങിലൂടെ അങ്ങനെ ഒരു ഇമോഷൻ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷെ അത് എന്നെ ഹെൽപ്പ് ചെയ്തത് ജെക്സ് ബിജോയാണ്. ആളുടെ ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങുകളിൽ ഒന്നാണ്. എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങുകളിൽ ഒന്നാണ്. കാരണം ഭയങ്കര ഇമോഷൻ നമുക്ക് അതായത് ഞാൻ ആളോട് പറഞ്ഞു, നീ സോങ് ചെയ്യുന്ന സമയത്ത് ഒരു സോങ്ങിൻ്റെ ഫീൽ ഉണ്ടാവാൻ പാടില്ല, ഒരു ഇമോഷൻ സോങ്ങിൻ്റെ ഫീൽ ഉണ്ടാവാൻ പാടില്ല, എന്നാൽ ഇമോഷൻ ജനറേറ്റ് ചെയ്യണം, കുറച്ചുകൂടെ റിയൽ ആയി തോന്നണം. നമ്മൾ ആ ഒരു ഖബർ കാണാൻ പോകുമ്പോൾ എന്ത് തോന്നും, ആ സാഹചര്യത്തിൽ എന്ത് തോന്നും, അങ്ങനെ നമുക്കൊരു റിയൽ വേൾഡിലേക്ക് ഒരു കണക്ടിവിറ്റി കിട്ടുന്ന പോലെ ചെയ്യണം. അപ്പം അയാൾ അതിനുള്ള സൗണ്ടിങ് ഉപയോഗിച്ചത്, അത് സ്ട്രക്ചർ ചെയ്തത്, അതിന് ലെയറായിട്ട് സൗണ്ട്സുകൾ ഉപയോഗിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനൊരു പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് സൗണ്ട്സ് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ വളരെ ബ്രില്യൻ്റ് ആയിട്ട് മ്യൂസിക് ഡയറക്ടർ അത് പ്ലേസ് ചെയ്യും, എഡിറ്റർ അതിലേക്ക് കൃത്യമായും, അതായത് ഒരുപാട് ഭാഗങ്ങളായി നിന്ന കുറേ കാര്യങ്ങളെ ഇങ്ങനെ കോർത്തിണക്കി കൊണ്ടുവന്നിട്ട് ഒരു ചെയിനായിട്ട് കൊണ്ടുവന്നപ്പോഴാണ്
ആ ഇമോഷൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഒറ്റ ഗ്രാഫിലേക്ക് ഇങ്ങനെ കണക്ട് ആയി കിട്ടിയത്. ഈ സിനിമയുടെ തുടക്കം മുതൽ കൃത്യമായിട്ടുള്ള ഇന്റർവെല്ലില് മോഹൻലാൽ കഥാപാത്രത്തെ കുറിച്ചുള്ള ഹിന്റ് ഡ്രോപ്പുകൾ പോലെ വരുന്നുണ്ട്. പലപ്പോഴും ഇതൊരു കല്ലുകടി ആവാം, എന്നാൽ ഒരു തരത്തിലും കല്ലുകടി ആയില്ലെന്ന് മാത്രമല്ല ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ടൈലൻ പോർഷനിൽ നമ്മളെല്ലാം വെയിറ്റ് ചെയ്താണ് അവിടെ റിവീൽ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു ഓൾറെഡി ക്യാരക്ടർ ഉണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. സിനിമ കാണാൻ പോകുമ്പോൾ ആളുകൾ എല്ലാവരും എപ്പോൾ വരും എന്നുള്ള പോയിന്റാണ് ഇരിക്കുന്നുണ്ടാവുക. പോസ്റ്റ് ഇന്റർവെല്ലൊക്കെ ഉറപ്പിക്കും ടൈലൻഡിലോട്ട് വരാൻ പോകുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ പ്രഡിക്റ്റബിൾ ആണ്, ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അതെ. എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണല്ലോ അവിടെ ഹൈ വരുന്നത്. അവിടെ ഈ ഒരു എന്താ 17 പേരെ കൊന്നു, 17 പേരെ കൊന്നിട്ടാണ് ഇയാൾ പോയി എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ അതൊന്നും കേൾക്കാൻ പറ്റില്ല. ബഹളം ആ ജയിലിന്റെ ഒരു അവിടെ ആ ഫസ്റ്റ് ജയിൽ shot, തുടങ്ങിയപ്പോ സ്നോഫോളിന്റെ വൈഡ് പിന്നെ ഒന്നും കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ബഹളം മോഹൻലാൽ മാത്രമേ പറഞ്ഞതിൽ എനിക്ക് ആകെ കേട്ടത് മേരാ ഖൂൻ അവിടെ വരെ എത്തുന്നവരൊന്നും കേട്ടിട്ടില്ല. ലാല് സംസാരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച ആളുകള് അടങ്ങിയത്. അടങ്ങിയത് അതുവരെ ഒരു വസ്തു കേട്ടിട്ടില്ല. അതൊരു ഭയങ്കര അല്ല, രസമുള്ള- അതെന്താണെന്നറിയോ, നമ്മൾ ശരിക്കും ഉം. എന്നാ പിന്നെ ലാലേട്ടനെ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചുണ്ടായ ഒരു പരിപാടി അല്ല അത്. actually. സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ആലോചിക്കുമ്പോൾ മുതൽ അഹമ്മദ് അലി ഉണ്ട്. ഉം. ചിലപ്പോൾ പേരൊന്നും അങ്ങനെ ആയിട്ടില്ല. ഇയാൾക്കൊരു ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ആളുടെ ഒരു ലെഗസി ഉണ്ട്. ഉം. അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഇയാളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം. ഇത് ഈ പടത്തിൻ്റെ ഫസ്റ്റ് നോട്ട് മുതലുള്ളതാണ്, തുടക്കത്തിലെ ചർച്ച മുതലുള്ളതാണ്. അത് ഓരോ സ്റ്റേജിലും കഥ ഡെവലപ്പായി വരുന്ന സമയത്ത് ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നു. കാരണം ഇത് ആ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും, അത് സ്ക്രീൻ പ്ലേയുടെ രൂപമായപ്പോഴേക്കും ഇതിന് കൃത്യമായൊരു രൂപമുണ്ടായി. ഉം. കാരണം ഇതൊരു 3 ജനറേഷൻ്റെ കഥയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വളരെ ഒരു രഹസ്യം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സ്മഗ്ലറുടെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് ശേഷം അയാളുടെ അടുത്ത തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു, ഉം. അപ്പം അവിടെയാണ് രഞ്ജിയേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ സഫറിങ്, അല്ലെങ്കിൽ ആളുടെ ജീവിതത്തിലെ ട്രോമകൾ, പ്രശ്നങ്ങളെല്ലാം വരുന്ന ഒരു കഥയുണ്ടാകും. അതിനുശേഷം 3-ാം ജനറേഷനെ ഇത് എങ്ങനെ എഫക്റ്റ് Effect ചെയ്യുന്നു, ചെയ്യുന്നു. ഈ എന്തുകൊണ്ട് ഇയാൾ ആ ആദ്യ ജനറേഷൻ്റെ വഴിയിലേക്ക് പോകേണ്ടി വരുന്നു, ഉം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഉം. ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. ബേസും തുടക്കം മുതലാണ്. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഈ അഹമ്മദ് അലിയുടെ ക്യാരക്ടറിന് അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊന്നും ഒരു ഏച്ച് കെട്ടി വന്നതുപോലെ വരാത്തൊരു ഉം. സാഹചര്യം ഉണ്ടായത്. അപ്പം ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, കാരണം ഇതൊരു എൻറ്റയർ വേൾഡിൻ്റെ ഒരു ചാപ്റ്റർ മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന ആമിർ അലിയുടെ കഥ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഒക്കെയും അഹമ്മദ് അലിയുടെ, കാരണം ഈ കഥ ഡ്രാഫ്റ്റ് ചെയ്ത് ആദ്യം അവിടെ നിന്നായിരുന്നു. ഉം. ഉം. ഈ അഹമ്മദ് അലിയുടെ ഒരു ട്രാവലും അയാളുടെ കോൺഫ്ലിക്റ്റുകളും ആ പരിപാടികളൊക്കെ ആയിട്ട് വേറൊരു അയാളുടെ ലൈവായി ഗ്യാങ് സ്റ്റിൽ ആളൊരു ഗ്യാങ്സ്റ്റർ, അതിൻ്റെയൊക്കെ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയും സ്ട്രോങ് ആണ്. ഇത് ഒരു സാധാരണ ഒരാളെ കൊണ്ട് നമ്മൾക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിലാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ടായത് തന്നെ. അപ്പോഴും നമുക്കിത് ആരെടുത്ത് പോകാമെന്ന് പറയുന്നൊരു ചിന്ത നമുക്ക് വരാൻ പറ്റിയില്ല. കാരണം ഇതിനൊരു ബഡ്ജറ്റിംഗ് വരണം, അതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഒരു സിനിമ വളരുന്നതിന് കാരണം ജിനു തന്നെയാണ് ഇത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നത്. അതിനുശേഷം നമ്മളെ ലണ്ടൻ ഷെഡ്യൂളും കൂടെ കഴിഞ്ഞ് വന്ന് സമയത്താണ് ഇല്ല, ഇതിങ്ങനെ ഒരാൾ ചെയ്തില്ലെങ്കിൽ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് വന്ന് ഒന്നുകിൽ ആരെയും കാണിക്കാതിരിക്കണം, അതെ 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 അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കാരണം അത് അവർ കടുവയിലൊക്കെ അങ്ങനത്തെ ഒരു പ്ലേസ്മെന്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരാൾ ഇല്ലാതെ എങ്ങനെയാണ്, ഒരു മുഖമില്ലാതെ എങ്ങനെയാണ് അത്രയും വലിയ വെയിറ്റ് നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ നിന്നാണ് നമ്മൾ ലാലേട്ടനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയത്. അപ്പം അദ്ദേഹത്തോട് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്കതൊരു ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പം ലാലേട്ടനാണ് വരുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ പ്ലേസ്മെന്റുകളെ കൊണ്ടുവന്ന് എൻഡിലേക്ക് എങ്ങനെയാണ് പുള്ളിയെ പ്ലേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഒരു തരത്തിലും, ഈവൻ ബഡ്ജറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ, കാരണം നമ്മൾ സിനിമ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയില്ല ബഡ്ജറ്റിങ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും നമുക്ക്. അദ്ദേഹത്തിൻ്റെ സീക്വൻസിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അത് ആദ്യം ഷൂട്ട് ചെയ്തു. അത് ഷൂട്ട് ചെയ്തിട്ടാണ് പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ, അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയത്. അദ്ദേഹത്തിന് പ്ലേസ് ചെയ്ത ആ ഭാഗമാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അതിൽ ഷോർട്ട് പ്ലേസ്മെന്റ് നല്ലായിരുന്നു. മറ്റേ ജയിൽ യൂണിഫോമിൽ പുള്ളി
ഇപ്പൊ ഫോക്കസ് വരുന്ന നോക്കി ഇരിക്കുന്നിടത്ത് അത് കാണിക്കാതെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് full അതെ twist. അതെ അല്ല അത് എപ്പോഴെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ക്യൂരിയോസിറ്റി വളർത്തി ഒരു പീക്കിൽ എത്തിച്ചിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുക കാണിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉടക്കി സ്വാമി അങ്ങനെ കൊണ്ടുവന്ന് അതിനിടയ്ക്ക് രഞ്ജിയേട്ടൻ ഫാദറിന്റെ മുറിക്കകത്ത് പോകുന്ന സീക്വൻസ് ഉണ്ടായിരുന്നല്ലോ, അതെ ഈ അതെ ഗൺ എടുക്കുന്നത്. ഇത് അവിടെ മകൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഹൈഡ് ചെയ്തു. അത് ലാസ്റ്റ് കട്ടിലാണത്. അത് ശരിക്കും ഞങ്ങൾക്കത് ഒരു ചിന്താ വിഷയമായിരുന്നു അവിടെ. അതെ അതായത് ആ അവിടെ കാണിക്കുന്ന ഷോട്ട് വേണ്ടി. അവിടെ ഇടണോ എന്നുള്ള, കാരണം സീൻ പ്രകാരം എന്താണെന്നറിയോ, ലൈഫിൽ ഒരുപാട് ക്രൈസിസുകൾ അയാൾക്ക് വരുന്നു. ഇയാളുടെ ഒരു ഇയാളെ ഫോളോ ചെയ്യുന്ന ഒരു ലെഗസി ഉണ്ട്, അല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു ലെഗസി ഉണ്ട്. ഇത് ഈ ആമിറിന്റെ ക്യാരക്ടറിനെ എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. ഒരു മൊമെന്റിൽ ഫാദർ നഷ്ടപ്പെട്ടു പോകുന്നു, അയാളുടെ പ്രശ്നങ്ങൾ കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന മൊമെന്റിൽ അയാൾ ഒരു എക്സ്ട്രീം തകർച്ചയിൽ നിന്ന്, മാനസിക തകർച്ചയിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്നത് അഹമ്മദ് അലിയുടെ ഫോട്ടോയിലേക്കാണ്. അവിടെയാണ് അയാൾ തീരുമാനിക്കുന്നത് ഞാൻ മുത്തശ്ശന്റെ വഴിയിലേക്ക് പോവാണെന്നുള്ളത്. ഇതാണ് കഥാപരമായി സ്ക്രിപ്റ്റ് വൈസ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീനിൽ അതാണ് എന്റെ വിഷയം. അപ്പോ എന്റെ പ്രശ്നം അത് അവിടെ കാണിച്ചാൽ പിന്നെ ഹൈ ഇല്ല, ലാസ്റ്റ് കാണിക്കണമല്ലോ. ഞാനത് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഇത് പ്ലാൻഡ് ആയിരുന്നു അപ്പോ ഏത് ഈ പൃഥ്വിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇല്ല, അത് രണ്ടാമത് സാധനം അല്ലല്ല, നമ്മൾ ലാലേട്ടൻ്റെത് എടുക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടില്ലേ. ലാലേട്ടന്റെ സീൻ നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ എടുക്കായിരുന്നു. ഈ സീൻ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത്. ഇത് ഇവിടെ കാണിച്ചാൽ നമുക്ക് അവിടെ ഈ ഹൈ കിട്ടില്ല. എന്നെ ചെന്നപ്പം തന്നെ പറഞ്ഞു പേടിപ്പിച്ചതാ, ഇതൊക്കെ ഓക്കെ, ഇങ്ങനൊരു സീനുണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യം തന്നെ. പിന്നെ അത് ഈ ഷോട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ എന്തിലേക്കാണ് അയാൾ നോക്കിയത് എന്നുള്ളത് അവസാനം കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഷോട്ട് അപ്പൊ അവിടെ ഓക്വേർഡാ. ആക്ച്വലി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന മകൻ എന്തിനാണ് മുകളിലേക്ക് നോക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഭവം. അല്ല, ഇതിന്റെ ഒരു വേറൊരു വശം, ഈ ക്ലൈമാക്സിൽ ലാലിനെ കാണിക്കുന്നത് ഈ ചില ഒബ്ജക്ട്സ്, ഞാൻ സിഗാർ, കോഫി പൗഡർ, അതെല്ലാം അന്ന് എടുത്തിട്ടുണ്ട്. എടുത്ത റെഫറൻസുകൾ ഇവിടെ ഉപയോഗിച്ചത്. അതിന്റെ ഒരു ബ്രില്യൻസ്. എനിക്ക് എൻജേട്ടാ ഈ കരയാന്നുള്ളത്, ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കസ്റ്റ് ആവുമ്പോഴാണ് നമ്മൾ കരയുന്നത്, കണ്ണ് നിറയുന്നത്, ഒരാളുടെ മുന്നിൽ നമ്മൾ ഡിപ്പെൻഡന്റ് ആവുന്നത്. ഒരു ആക്ടർക്ക് അത്ര കണ്ട് എളുപ്പമല്ല എന്ന് തോന്നിയിട്ടുണ്ട്. പല സിനിമകളിൽ കരഞ്ഞു വരുമ്പോൾ ഇതിൽ ഉറപ്പായിട്ട് നമ്മൾ അതിലുണ്ടാവും. അതിന് വേറിട്ട് നിർത്തി ക്യാരക്ടറിലോട്ട് മാത്രം മാറ്റാം ഒരു കരച്ചിലിനെ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ കരയുന്ന പോലെ പ്രേക്ഷകർക്ക് തോന്നുക എന്നുള്ളത്. എന്താ ശരിക്കും ആ മൊമെന്റ്, ഇപ്പൊ ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ സീനില് മുറിക്കകത്ത് പോകുന്നത്, പൃഥ്വി വരുമ്പോൾ മനസ്സ് തുറക്കുന്നത്, തകരുന്നത്, എന്താ ഒരു പെർഫോമർ കിട്ടുന്ന ബ്രീഫ് പെർഫോമൻസ്, അത് ക്രാക്ക് ചെയ്യുന്ന പോയിന്റ് എന്താ? ഇമോഷൻസ്, ജീവിതത്തിലെ ഇമോഷൻസും സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്നതും തമ്മിൽ ഒരു ഇതുമില്ല. ജീവിതത്തിൽ നമ്മൾ കരച്ചിലൊന്നും ഡിസൈൻ ചെയ്യുന്നില്ല. ജീവിതത്തിൽ നമ്മളൊരു അങ്ങനെ ഒരു തകർന്നു പോകുന്ന അവസ്ഥയിൽ നമ്മുടെ മുഖത്ത് വരേണ്ട ഭാവങ്ങളുടെ ഈ പരിണാമങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഒരു മോമെന്റിൽ നമ്മൾ അങ്ങ് കരയുകയാണ്. ഇത് പല ഷോട്ടുകളിലൂടെ എത്രയോ മണിക്കൂറുകൾ കൊണ്ട് ഗ്രാഫ് ഡിസൈൻ ചെയ്യണം. അതിന്റെ തുടക്കത്തിൽ നമ്മളത് അതിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജ് ആയിരിക്കുമല്ലോ നമ്മൾ പിടിക്കുന്നത്. പതുക്കെ ഇപ്പോ നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ടി വരില്ല ചിലപ്പോ പിന്നെ അതിന്റെ ഒരു റീടേക്കിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പം വേണ്ടി വരിക. നമ്മള് ഇത് ആ സീൻ അങ്ങനെ ഹുക്കിംഗ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ അത് പ്രവേശിച്ചിരിക്കും, അത് അയാളെ കൊണ്ട് അങ്ങനെ പെർഫോം ചെയ്യിച്ചിരിക്കും. ഇത് നമ്മള് ഒരാൾ കരയുന്ന സംഭവം, ആ കരച്ചിലിന്റെ പ്രോഗ്രഷൻസ് 4-5 മണിക്കൂർ കൊണ്ടായിരിക്കും എടുക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ രാത്രി വന്നിട്ടാണ് അപ്പൊ അത് ആ സമയത്ത് സംഭവിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു അത്തരം ഒരു കഥാപാത്രത്തിനെ അവതരിക്കുന്ന ഒരാളിൽ അത് സംഭവിച്ചിരിക്കും. കാരണം നമ്മൾ ഈ ആക്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമോഷണൽ ബാങ്കിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്.
ഓരോ ക്യാരക്ടറിനും ഓരോ ബ്രീഫ് ഉണ്ടാവും, ഉം. അതിൽ വേരിയേഷൻ ഉണ്ടാവും. ആ. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ യൂനസ് അലിയുടെ കാര്യം പറഞ്ഞാൽ, യൂനസ് അലി അങ്ങനെ അയാളുടെ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാത്ത ആളാണ്. അയാളുടെ മകനെടുത്ത് ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയുന്നത് ഏതോ ഒരു പോയിന്റിൽ അയാൾക്ക് മൊത്തം പിടിവിട്ട് പോകുന്ന തോന്നുന്ന ഒരു പോയിന്റിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആണ് ഈ ഒരു വിഷയം സംഭവിക്കുന്നത്. അപ്പൊ മകന്റെ മുമ്പിൽ പിടിക്കപ്പെട്ടു പോയല്ലോ എന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അണപൊട്ടി ഒഴുകുന്ന പോലെ അയാളുടെ സങ്കടം പുറത്തേക്ക് വന്നതാണ്. അപ്പൊ അതിനു മുമ്പ് അയാൾ കരഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷന് ആ കഥാപാത്രത്തിന് അതിനൊരു ബ്രീഫ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം, ആ പ്ലേസ്മെന്റ് ആണ് ആ ക്യാരക്ടറിന് വേണ്ടി വരുന്ന ഒരു വ്യത്യാസം. ഈ എന്താ ഖലീഫ 2 എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഖലീഫ 1 കണ്ടില്ലേ? കണ്ടു. എന്താ തോന്നി? എനിക്ക് ഭയങ്കര വർക്കായി. 2 എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 2 പൂർണ്ണമായും അഹമ്മദ് അലിയുടെ കഥയാണ്. അതിൽ അഹമ്മദ് അലിയുടെ മകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അഹമ്മദ് അലിയുടെ അച്ഛനായിട്ട് എനിക്ക് അതിന്റെ ആ പിന്നെ അനൗൺസ് ചെയ്യുന്ന സ്ഥലത്ത് എന്റെ സങ്കടമായിരുന്നു. എനിക്ക് 18 വയസ്സുള്ള 16 വയസ്സിൽ പുള്ളി ഇട്ടിട്ട് പോയതാണ്. എന്തായാലും മകനായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റും. പിന്നെ ഞാൻ ആലോചിച്ചു പോകും, ഇയാൾക്കൊരു തന്ത ഉണ്ടാവില്ല, ഒരു ഫോട്ടോ എങ്കിലും ഓൾട്ടർനേറ്റ് ജനറേഷനിൽ ഇവര് തന്നെ repeat ചെയ്ത് വരുന്നത്. ഞാനും മോഹൻലാലും സമപ്രായക്കാരാണ്. എനിക്ക് വേണമെങ്കിൽ മകനായിട്ട് അഭിനയിക്കാമെങ്കിൽ അച്ഛനായിട്ട് അഭിനയിക്കാം. ചേട്ടൻ ഭയങ്കര എനിക്ക് ഏറ്റവും ചേട്ടൻ ചെയ്ത ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത് ഒരു 4 ജനറേഷന്റെ ഒരു ജംഗ്ഷൻ പോയിന്റ് ഉണ്ട്. അതിനകത്തൊരു ഒരു കോറിഡോറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സീനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭാഷണങ്ങളുടെ റെഫറൻസിലൂടെ അഹമ്മദ് അലിയാണ് നിൽക്കുന്നത്, യൂനസ് അലി ആണ് സംസാരിക്കുന്നത്, ആമിർ അലിയാണ് കേൾക്കുന്നത്, കയ്യിലുള്ളത് അടുത്ത ജനറേഷനാണ്. ഹോസ്പിറ്റൽ സീൻ, ആ 4 ജനറേഷൻ വരുന്ന ഒരു സീൻ ആദ്യം എടുത്ത്, രണ്ടാമത്തെ ദിവസം മറ്റേ എടുത്തു. രണ്ടാമത്തെ ദിവസം ഭയങ്കര ഹെവി ആയിട്ടുള്ള സംഭവം. അപ്പൊ ചേട്ടൻ ഞങ്ങൾ ആ സീൻ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞു, ഓക്കെ ഞാൻ ഇപ്പൊ ട്രാക്കിലായിരുന്നു. ഞാൻ ആദ്യം ചെയ്ത എല്ലാം തെറ്റായിരുന്നു. ഞാൻ അതിന്റെ മാത്രമല്ല, ഒരു ആക്ടർക്ക് അത്തരം ഒരു സന്ദർഭത്തിൽ ചെയ്യാവുന്ന ഒരു കൺവെൻഷണൽ ലൈനിലാണ് ഞാനത് ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇങ്ങനെ വേണ്ട, ചേട്ടൻ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ചെയ്താൽ മതി, ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ഈ ക്യാരക്ടറിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്ക് ബോധ്യമാകുന്ന ആ സ്ഥലത്ത്. നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്കും പുതിയതാണല്ലോ അല്ലെ ഇങ്ങനെ ഒരു. ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ചാരുകസേര എഴുന്നേറ്റ് പോകുന്ന ഒരു സംഭവം, സെക്കൻഡ് ഡേ ആണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സിനിമയില്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീൻ, ഞാൻ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സീനായിരുന്നു അത്. ആ സീനും ക്ലോഷർ ആദ്യം കാണിക്കുന്നില്ലല്ലോ, ലാസ്റ്റ് കട്ടിലല്ലേ അവിടെ എന്താ പറഞ്ഞെന്നുള്ളത് കാണിക്കുന്നത്. അതിന്റെ കൗണ്ടർ അന്നേരം മരിച്ചു വിശ്വസിക്കാം, അത് മരിച്ചു കഴിഞ്ഞു പറയുന്നത് പിന്നീടാണ്. ആ 2 സീനുകളിലും ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഖലീഫ 2 അപ്പോൾ കംപ്ലീറ്റ് മോഹൻലാൽ പടം. ഈ പറഞ്ഞ പോലെ ടൊവിയും പിന്നെ പൃഥ്വിയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അതും രസമായിരുന്നു. ടൊവി, സൗബിൻ അവരെ പ്ലേസ് ചെയ്ത് രസമുള്ള മൊമെന്റ്സ് ആയിരുന്നു. അതിനൊക്കെ ഒരു ബേസിക് പരിപാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റുകളെല്ലാം പൂർത്തിയായി അതിനൊരു ഫൈൻ ഈ പടത്തിൽ പിന്നെ വളരെ ബ്രില്യന്റ് ആയിട്ട് തോന്നിയ കുറെ സ്ഥലങ്ങളുണ്ട്. എനിക്ക് ഞാൻ ജിനു എഴുതിയതിനു മുമ്പ് എഴുതിയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇനി ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയുള്ള സിനിമകൾക്ക് പലതരത്തിലുള്ള റിവ്യൂസ് വരും. എഴുത്തുകാരനെ റേറ്റ് ചെയ്യും, സംവിധായകനെ റേറ്റ് ചെയ്യും, അത്തരം അതൊക്കെ പുതിയ ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല കൈയടക്കം തോന്നിയ ഒരു സ്ക്രിപ്റ്റാണ്, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ജിനു നന്നായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള. ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു പഴഞ്ചൻ കാഴ്ചപ്പാട് കൊണ്ടാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ വൈശാഖ് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഷാജി കൈലാസ്, ജോഷി ഷാജി കൈലാസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാലത്തിന് ശേഷം, അവരുടെ കാലം കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, മലയാള സിനിമയിലെ ആ ഒരു പീരീഡിന് ശേഷം ഒരു പക്ഷെ നമ്മളെ ഈ ബ്രഹ്മാണ്ഡ സിനിമ എടുത്ത് വിസ്മയിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ വൈശാഖ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ സിനിമ ആദ്യാവസാനം എൻജോയബിൾ ആയിട്ട് കൊണ്ടുപോയതിൽ ഇപ്പൊ അതിനകത്ത് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവും, പല തലത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ നടന്നിട്ടുണ്ടാവും, കറക്ഷൻസ് നടന്നിട്ടുണ്ടാവും ഒക്കെ.
അതൊക്കെ ഒരു ബേസിക് സാധനമുള്ളൂ. നിങ്ങൾക്കൊരു അടിത്തറ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ ബാക്കി സർക്കസുകളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ഉം. എനിക്ക് തോന്നുന്നു ഹി ഹസ് ഡൺ എ ഫെയർലി ഗുഡ് ജോബ് എന്നാണ് ഉം. തോന്നുന്നത്. അത് സിനിമ കണ്ട് തീരുമാനിക്കണം. അതെ അതെ അതെ. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് നിങ്ങൾ BJP വോട്ട് ചെയ്യും അല്ലെങ്കിൽ CPM വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. നിങ്ങളുടെ പൊളിറ്റിക്സ്, ഉം. നിങ്ങളുടെ കൺവിക്ഷൻ, നിങ്ങൾ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിലേക്ക് തിരിയാൻ നിർബന്ധിതനാകുന്നു എന്ന് പറയുന്നൊരവസ്ഥ. ഉം, ഉം. സിനിമ കാണുന്നത് സ്വന്തം ഒരു സ്വന്തം ജഡ്ജ്മെന്റിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവും. ഉം. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരാള് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല അവസ്ഥയാണ്. അല്ല അല്ല. യു ഹാവ് ടു ജഡ്ജ് ബൈ യുവർ സെൽഫ്. പലതരത്തിലുള്ള ഇപ്പോൾ ഞാൻ ഉം. പറയുന്ന ക്രിറ്റിസിസം എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോ പണ്ട് ക്രിറ്റിസിസത്തിന്റെ റീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ മാതൃഭൂമിയിലോ അല്ലെങ്കിൽ ഉം. മലയാള നാട്ടിലോ ജനയുഗത്തിലോ ആ കാലത്ത് മാഗസിൻസിലും മാതൃഭൂമിയുടെ അല്ലെങ്കിൽ മനോരമയ്ക്ക് ആ കാലത്തില്ല. ഇല്ല. പത്രങ്ങളിലും ഒക്കെ മാതൃഭൂമിക്ക് വരുന്ന ഈ ആനുകാലികങ്ങളിലും ദിനപത്രങ്ങളിലും വരുന്ന റിവ്യൂസ് ആണ്. ഉം. അത് സിനിമ കണ്ട് അടുത്ത ആഴ്ച ആയിരിക്കും വീക്കിലി അടിക്കുന്നത്. ഉം. ചിലപ്പോൾ സിനിമ കണ്ട് സിനിമ റിലീസായ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വീക്കിലി ഇറങ്ങി പിന്നെ അടുത്ത ആഴ്ച ഉം. വരുമ്പോഴായിരിക്കും. പിന്നെ അതിനൊരു ലിമിറ്റഡ് ഓഡിയൻസ്. നമ്മളുടെ കാലത്ത് ഈ ആനുകാലികങ്ങളുടെ ഒരു പ്രിന്റ് മീഡിയയുടെ കാലത്ത് അതെ അതെ. തന്നെ ആനുകാലികങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, ഉം. റീച്ചിന് വളരെ പരിധിയുണ്ട്. ഇതങ്ങനല്ല. ഒരു സിനിമ കണ്ടു, സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് ആ സിനിമയെ ഉം. സംബന്ധിച്ചുള്ള അയാളുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ സൈബർ സ്പേസിലൂടെ ഒക്കെ ഉം. രേഖപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന് വലിയ റീച്ച് ഉണ്ട്. ഉം. പക്ഷേ ഉം. ലെറ്റ് ഇറ്റ് നോട്ട് അഫക്ട് യുവർ ജഡ്ജ്മെന്റ്. ഉം. പണ്ട് പല റിവ്യൂസും സിനിമ മോഹികളായിട്ട് പിന്നെ അതാവാൻ പറ്റാത്ത ആളുകളൊക്കെ ഉം. ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പുതിയ കാലത്തിനെ അങ്ങനെയല്ല കാണുന്നത്. ഉം. സിനിമ റിവ്യൂ എന്ന് പറയുന്നത് വളരെ ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഉം. അവർക്കും ഒക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് പല റിവ്യൂവേഴ്സിനും. പക്ഷേ ജഡ്ജ് ബൈ യുവർ സെൽഫ്. ഉം. സിനിമ കാണുന്നവർ, ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ അതിനെക്കുറിച്ച് പറയാൻ തീരുമാനിക്കുകയാണ്. ഉം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ജഡ്ജ്മെന്റ് നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കരുത്. ഉം. നിങ്ങളുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒരു സിനിമ കണ്ട് നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന്, ഉം. നിങ്ങളുടെ ആ ഒരു, നിങ്ങൾക്ക് അതൊരു പ്രൊറഗേറ്റീവ് ആണല്ലോ അതെ അതെ അതെ. പ്രേക്ഷകനെ സംബന്ധിച്ച്. അല്ലെ ഉം. വേറൊരാൾ അത് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഉം. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമയോട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാം. അതെ. അങ്ങനെ വേണം. അതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയല്ല ഇപ്പൊ പലപ്പോഴും. ഉം. ഈ സിനിമയെ കുറിച്ചല്ലേ ഏട്ടാ ഇപ്പൊ ജിനു ഇതിലിപ്പോ സ്ക്രിപ്റ്റ് എഴുതുക മാത്രമല്ല ചെയ്തത്, ആളതിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയും കൂടെ ചേർന്നാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനുശേഷം ആ കമ്പനിയുമായി ചേർന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് സിനിമ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇല്ല, ഞാൻ ഇത് ഇത്രയും പേര് കണ്ട സ്വപ്നമാണ്, നമ്മൾ കണ്ട സ്വപ്നമാണ്, അത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരുടെയും ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തുടങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനുശേഷം നടത്തിയ ജിനു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നടത്തിയ ആൾ നമ്മളെ പോലൊക്കെ ഒരാളാണ്. അതായത് വീട്ടിൽ ഒരുപാട് നമ്മളെ പോലും അല്ല കേട്ടോ, സോറി, ജൂനിയർ, എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആളാണ്. ആളെ വീട്ടിൽ ഒരുപാട് സെറ്റും കാര്യങ്ങളും വെച്ചല്ല, അയാള് പലരോട് പൈസ വാങ്ങിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ എത്തിച്ചത്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കലാകാരനായതുകൊണ്ട് തന്നെ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ഷൂട്ടിങ്ങിന് വേണ്ട ഒരു കാര്യത്തിനും ഒരു മുടക്കം സംഭവിച്ചിട്ടില്ല. റിസോഴ്സ് അത്ഭുതകരമായ സമയങ്ങളിലെല്ലാം ഇയാള് ഇതിന്റെ മറ്റ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അതായത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു തരാനുള്ള ഒരു തത്രപ്പാടിൽ, ഒരു ഓട്ടത്തിലായിരുന്നു അയാൾ. ഞാൻ അത്ഭുതകരമായി കണ്ടത് എൻ്റെ എൻറ്റയർ കരിയറിൽ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇത്രയും എന്നെ ലൊക്കേഷനിൽ ബുദ്ധിമുട്ടിക്കാത്തൊരു സിനിമയില്ല. എനിക്ക് വേണ്ടതെല്ലാം ഇത്ര കൃത്യതയോടെ, ചിലപ്പോൾ അയാളൊരു കലാകാരനായത് കൊണ്ടായിരിക്കും, അയാളൊരു റൈറ്റർ കൂടെ ആയതുകൊണ്ടായിരിക്കും, അയാൾക്ക് എന്ത് വേണം എന്ത് വേണ്ടെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ടായിരിക്കാം എനിക്കൊന്നും ഡിമാൻഡ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഈവൻ എക്യുപ്മെന്റ്സുകൾ പോലും എല്ലാം അയാൾ പ്ലാൻഡായി അയാൾ അവിടെ എത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത്രയും എഫേർട്ട് എടുത്ത് ഒരു വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അയാൾ ഈ സിനിമ പൂർത്തിയാക്കിയത്. അപ്പോൾ അത് അയാൾ റിലീസ് ചെയ്യുന്നത്. എത്രയോ പേര് നമ്മളെ ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് പറയാനായിട്ട് വിളിക്കുമ്പോൾ
എൻ്റെ സങ്കടം ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ സങ്കടം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു റിവ്യൂ പറയുന്ന കേട്ടി കാണാനുള്ളവർക്കുള്ള അവസരം നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ ആഗ്രഹത്തെ, അതായത് അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് നശിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പല പ്രാവശ്യം ഒരു കാര്യം പറയുന്ന സമയത്ത് കാണാൻ വരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, പല കാര്യങ്ങളും ഇപ്പൊ ഇതിനകത്തുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നു. അതൊരു നിർമ്മാതാവിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുള്ളത് പ്രധാനമാണ്. അയാൾ എടുക്കുന്ന ഒരു ശ്രമമുണ്ട് ഓരോ പ്രോജക്റ്റും എത്തിക്കാൻ വേണ്ടി. നിസ്സാരമായി പറഞ്ഞ് തള്ളാൻ കഴിയാത്തത്രയും വലിയൊരു പെയിൻ, ഒരു ശ്രമം, ചിലപ്പോൾ ഒരു ആയുസിന്റെ ഒക്കെ ഒരു ശ്രമം അതിന്റെ പുറകിലുണ്ട്. ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് ആൾക്കാർ കണ്ട് കാണാനുള്ള നിങ്ങളുടെ അവസരം കൊടുക്കണം. അവകാശം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകന്റെ സിനിമയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്താണ്? ഈ സിനിമ കാണുക, കൊള്ളുകടാ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, കൊള്ളാമടാ എന്ന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അത് ഈ ജിനു ഒരുപാട് കോടികൾ സിനിമ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്ന അയാൾ സാധാരണക്കാരനായിട്ട് വരികയും ഒരു റൈറ്റർ ആവുകയും സിനിമയോടുള്ള ഡയറക്ടർ ആയിരുന്നു. സിനിമയോട് ഒരു പാഷൻ കൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ സിനിമയുടെ ഫണ്ട് വരുന്നത് പല വഴികളിലാണ്. ഒരാള് വീട്ടിൽ നിന്ന് പൈസ എടുത്തോണ്ട് വന്നല്ലേ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടല്ല, അങ്ങനെ സിനിമ ചെയ്യുന്നവരുണ്ടാവാം, അല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അത് സിനിമയ്ക്ക് വേണ്ടി എല്ലാം റിസ്ക് ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ ധൈര്യമാണ്. ഒറ്റ ദിവസം കൊണ്ട് വീണു പോകാവുന്ന ഒരു സാമ്രാജ്യമാണ് അയാൾ കെട്ടിപ്പോകുന്ന ഒരു സ്വപ്ന സാമ്രാജ്യമാണ്. അത് അത്ര വലിയൊരു റിസ്ക്കും കൂടെയാണ്. ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്ന വേറെ ഒരു കച്ചവടവും ഇല്ല. അപ്പൊ ഇത് അത്രയും അയാൾക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അയാൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമ അയാൾ സ്വപ്നം കാണുകയും അതിനുവേണ്ടി അയാൾ പരിശ്രമിക്കുകയും അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടു വേണം സിനിമ നല്ലതാണോ അല്ലയോ എന്ന് തീരുമാനിക്കും. ഞാൻ തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് ആളുകൾ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഭയങ്കരമായിട്ട് ആഘോഷിച്ചിറങ്ങി പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. നിങ്ങൾ അത് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ പോയി കാണണം. പ്രോബബ്ലി യു ആർ മിസ്സിംഗ് സംതിങ്. ഇല്ലാട്ടെ, ലോകം മുഴുവനും സിനിമ കണ്ടിട്ടേ ഒരുപാട് പേര് വിളിച്ചിട്ട് ഈ തുടക്കത്തിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് റിവ്യൂ വന്നതിനെ കുറിച്ച് എന്നോടാണ് ചോദിക്കുന്നത്. എന്തിനാണ് നെഗറ്റീവ് പറഞ്ഞത്, എന്താണ് ഇതിനകത്ത് നെഗറ്റീവ് പറഞ്ഞത്, എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേറെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ, എന്തിനാണ് ഇപ്പൊ അങ്ങനെ എന്ന് ചോദിക്കാം. ലൈക്ക് എന്നോടും എന്റെ സുഹൃത്തുക്കളോടും ഒക്കെ വിളിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഞാനും ഇങ്ങനെ അമ്പരക്കാണ്, എന്താണ് ആക്ച്വലി എന്താണ് പ്രശ്നം. അത് വളരെ കൃത്യമായിട്ട് ഇന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ജിനുവിനോട് ചോദിച്ചു, ജിനു നമ്മൾ ഡൗൺ ആയിട്ടുണ്ടോ, ഈ നെഗറ്റീവ് എന്ന് പറയുന്ന തരത്തിലുള്ള റിവ്യൂസ് നമ്മളെ തകർത്തിട്ടുണ്ടോ? ചേട്ടാ, റിവ്യൂസ് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കളക്ഷൻ നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല. കളക്ഷൻ സ്റ്റഡി ആയിട്ട് പോകുന്നു. ആ റിവ്യൂസ് ഉണ്ടാക്കിയ, അതായത് ടോട്ടലി പടം പോരാ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊള്ളൂല എന്നൊക്കെ പറയുന്ന റിവ്യൂസ് ഉണ്ടാക്കിയ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റിനെ സിനിമ അതിജീവിച്ചു കഴിഞ്ഞു. കാരണം കളക്ഷൻ സ്റ്റഡിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. പിന്നെ ഇന്നലെയും സിനിമ കാണാൻ പോകുമെന്ന് പറഞ്ഞ ആളുകള് പലരും, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, ഇല്ല ടിക്കറ്റ് കിട്ടിയില്ല, പോയില്ല എന്നാണ് പറഞ്ഞത്. 2 സിനിമയ്ക്കും ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ സിനിമ സ്റ്റഡിയാണ്. നെഗറ്റീവ് റിവ്യൂസ് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ആളുകളെ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകളെ, ഇതൊരു വലിയ സ്വപ്നമായിട്ട് കൊണ്ടുനടന്ന ആളുകളെയൊക്കെ കുറച്ചു നേരത്തേക്കെങ്കിലും തകർത്തുകളെ. മനുഷ്യരാണല്ലോ എല്ലാവരും. സിനിമ ചെയ്യുന്നവരും സിനിമ കാണുന്നവരും സിനിമ റിവ്യൂ ചെയ്യുന്നവരും ഒക്കെ മനുഷ്യരാണ് എല്ലാവരും. ഇപ്പൊ വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം വൈശാഖ് പുലിമുരുകൻ ചെയ്തോ അതിനു മുമ്പ് എന്ത് ചെയ്തോ എന്നുള്ളതൊന്നുമല്ല. യുവർ ലാസ്റ്റ് ഫിലിം, നിങ്ങൾ ഇപ്പൊ ചെയ്ത സിനിമയുടെ റിസൾട്ട് എന്താണോ അതാണ് നിങ്ങൾ. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സ്ട്രഗിൾ ആണ് ഓരോ സിനിമയും. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അംബാനി കച്ചവടം നടത്തുന്ന പോലെയോ അദാനി കച്ചവടം നടത്തുന്ന പോലെയോ അല്ലല്ലോ. നിങ്ങൾ ഇന്ന് വരെ ഉണ്ടാക്കിയത് എല്ലാ സക്സസിന്റെയും ശോഭ, മുഴുവൻ ശോഭയും ഇന്നലെ വരെ ഭയങ്കര ഹിറ്റ് മേക്കർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, അതാണ് റിയാലിറ്റി. അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത്. എല്ലാ വലിയ ഹിറ്റ് മേക്കേഴ്സിനൊക്കെ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോട്ടലി റിജക്റ്റഡ് ആവുന്ന സന്ദർഭങ്ങളുണ്ട്. സ്റ്റാർസിനുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എഗെയിൻ പിന്നെയും സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നമുക്ക് ഈ വൈശാഖ് പറഞ്ഞ പോലെ വേറൊരു വഴിയില്ല, വേറൊരു സ്വപ്നവുമില്ല, വേറൊരു അത് ഞാൻ പറഞ്ഞ നേരത്തെ അതാ ഞാൻ പറഞ്ഞത്. അതായത്
ലിവ് ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന മറ്റൊന്നുമില്ല, സിനിമ മാത്രമേ ഇത് ഉള്ളൂ. മാത്രമേ ഉള്ളൂ. വേറൊരു സോ പോക്കിടമില്ല. നമ്മൾ അതിനൊരു വഴികൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ ഇത് തള്ളി കളയുന്നത് വരെ ഇതിന്റെ പരിസരത്ത് പുറകെ. നമ്മളിപ്പോ ഈ വീടിനകത്ത് ഇറച്ചിയിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പട്ടി ഇങ്ങനെ കറങ്ങി ചുറ്റും കറങ്ങുന്ന പോലെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സിനിമയ്ക്ക് എന്നെയല്ല ആവശ്യം, എനിക്ക് സിനിമയാണ് എന്നുള്ളത് റിയാലിറ്റി ആണല്ലോ. സത്യത്തിൽ മമ്മൂക്കയ്ക്ക് സിനിമയിൽ നിന്ന് ഇനി പുതിയതായിട്ട് ഹീ സ്റ്റിൽ എക്സ്പ്ലോറിങ്, ഭയങ്കരമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശത്തിലാണ് ഇപ്പോഴും പോകുന്നത്. അതായത് ഒരു മലയാളം പോലൊരു സിനിമയിൽ നിന്നൊരു മനുഷ്യന് കിട്ടാവുന്ന എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് പോലും സിനിമ വിട്ടു എന്നാ പിന്നെ ഇനി വീട്ടിലിരുന്നൂടെ മറ്റു പല പ്ലാനുകളായാലും ഒന്നും ചിന്തിക്കുന്നില്ല. എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? രഞ്ജി പണിക്കർ റൈറ്റർ ഡയറക്ടർ, രഞ്ജി പണിക്കർ ഞാനൊരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കില്ല. ഫയർ ബ്രാൻഡ് രഞ്ജി പണിക്കറാണോ? ഞാൻ എല്ലാ ദിവസവും എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്റെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഫയർ ഇപ്പോൾ എന്നിലുണ്ടോ, പോയില്ലേ രഞ്ജി പണിക്കരെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ രാവിലെ അതൊക്കെ പോയില്ലേ, അതൊക്കെ ഒരു കാലം എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായും മനുഷ്യനുണ്ടാകാവുന്ന ഒരു ഡിജക്റ്റഡ് ഇതിൽ നിന്ന് പിന്നെയും നമ്മള് പിടിച്ചു കയറാൻ ശ്രമിക്കുന്ന പോലെയാണ്. അത് ഹിറ്റ് ഉണ്ടാക്കുന്ന കാലത്ത് അത് തന്നെയാണ്. എനിക്കൊരു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമ എഴുതാനിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ സിനിമകൾ എഴുതിയതിന്റെ ഒരു അഡ്വാൻറ്റേജും എനിക്കില്ല. ഞാൻ ആദ്യമായിട്ട് സിനിമ എഴുതാനിരിക്കുന്നവന്റെ എല്ലാ പരിഭ്രാന്തികളോടെയും ആണ് അടുത്ത സിനിമ എഴുതാനിരിക്കുന്നത്. അതുകൊണ്ട് മുൻപ് എഴുതിയതോ മുൻപ് ചെയ്തോ നല്ല വൈശാഖ പറഞ്ഞത്, നിങ്ങൾക്ക് സീൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോ ഈ കൈ കിട്ടിയ പോലുള്ള ഒരു മൊമെന്റ് എല്ലാ സിനിമയിലും ഉണ്ടാവും. എല്ലാ സിനിമ ചെയ്യുമ്പോഴും തുടക്കത്തിൽ ഒരേ പരിഭ്രമവും. ഞാനൊരു സിനിമ എഴുതുമ്പോ ഞാൻ 50 തവണ അതിന്റെ ബിഗിനിങ് എഴുതി നോക്കും. ഞാനിപ്പോ 2 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും എനിക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ട് ഇനി ബാക്കി സാറ്റിസ്ഫാക്ഷൻ വരുമെന്നുള്ളതൊക്കെ അത് കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ ഈ എക്സൈറ്റ്മെന്റും ഈ ആങ്സൈറ്റും ഒക്കെയാണ് ഇതിന്റെ ഒരു ഫൺ. നമ്മളെ കൊല്ലുകയല്ല, വീണ്ടും സർവൈവ് ചെയ്യാനുള്ള. നമ്മൾ വിചാരിക്കും ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു, എല്ലാ വാതിലും അടഞ്ഞു എന്ന് ഒരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ നടനോ നിർമ്മാതാവിനോ തോന്നാത്ത സന്ദർഭങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. ഓരോ സിനിമയിലും ഇത്തരം ക്രൈസിസുകളിലൂടെയാണ്, ഓരോ പരാജയങ്ങളിലൂടെയും കടന്നു പോകും. വീണ്ടും സിനിമ എടുക്കാനും വീണ്ടും സിനിമ എഴുതാനും വീണ്ടും സംവിധാനം ചെയ്യാനും വീണ്ടും അഭിനയിക്കാനും ഒക്കെ മനുഷ്യൻ തോന്നുന്നത് അത് കൊടുക്കുന്ന മറ്റ് ഭൗതികമായ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അയാൾക്ക് ഇത് ചെയ്തേ മതിയാവൂ എന്ന് പറയുന്ന അയാളുടെ രക്തം അയാളോട് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. അയാളുടെ ചോര അയാളോട് ആവശ്യപ്പെടാ, നിനക്കറിയാവുന്ന പണി ചെയ്യടാ, ചെയ്ത് നോക്കടാ, ഒന്നുകൂടെ നോക്കടാ എന്ന് പറയുന്ന ഒരു പ്രത്യാശ എവിടുന്നെങ്കിലും വരും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ പരാജയങ്ങളിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഫിലിം മേക്കർ ഉണ്ടാവില്ല, ഒരു റൈറ്റർ ഉണ്ടാവില്ല, ഒരു താരവും ഉണ്ടാവില്ല. അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നതാണ് ഈ നിങ്ങൾ ഒരു പരാജയം വലിയ ആഘോഷമാക്കി മാറ്റുമ്പോൾ, നിങ്ങളൊരു പരാജയം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മറുവശത്ത് 1-2 മനുഷ്യരിരുന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുക. അത് സിനിമയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അതുവരെ ഉണ്ടാക്കി വെച്ച മുഴുവൻ ലെഗസിയെയും ശൂന്യമാക്കി നിങ്ങളെ ഒരു എംപ്റ്റി സ്പേസിൽ ഒരു ഇരുട്ടിൽ കൊണ്ടു നിർത്തും. മറുവശത്ത് പടക്കം പൊട്ടിച്ച ആളുകൾ നിങ്ങളുടെ പരാജയം ആഘോഷിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ആരെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കൂടെ വർക്ക് ചെയ്തവർ പക്ഷേ അത് ആരും നിങ്ങൾ ഒരാളുടെ പരാജയം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ ചെറിയ വീഴ്ച പോലും നിങ്ങളൊരു വലിയ ആഘോഷമാക്കി എടുക്കും. ആരെ കുറിച്ചാണോ പറയുന്നത്, അയാൾക്കൊരു മുഖം, അയാളുടെ ഒരു സിറ്റുവേഷൻ, ജീവിതം, അയാളുടെ ചുറ്റുപറ്റുന്ന ആൾക്കാർ. ആരും മോശം സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും, നല്ല സിനിമ ഉണ്ടാക്കിയവരും മോശം സിനിമകൾ ഉണ്ടാക്കിയവരും ഒക്കെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുക. അതിന്റെ അടുത്തതിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അടുത്ത പടി മുകളിലുണ്ട്, അങ്ങോട്ട് ചവിട്ടാം എന്ന് വിചാരിച്ചിരുന്നവരാണ് ഈ സകല പടിയും താഴെ വന്ന് ഉരുണ്ട് താഴെ വന്ന് കിടക്കുന്നത്. നിങ്ങൾ അയാളുടെ വീഴ്ച ആഘോഷിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആത്മഹത്യയെ കുറിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും കൂടെ മനസ്സിലാക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു ഹ്യൂമൻ
സൈഡ് സൈഡ് അതാ. അല്ല, സിനിമയുടെ വിമർശനവും സിനിമയുടെ പരാജയം ആഘോഷിക്കലും രണ്ടും കേട്ടോ. സിനിമയുടെ പരാജയം അല്ല, ആഘോഷിക്കുന്നതിനെ സിനിമ- കുറിച്ച് healthy സിനിമ വിമർശനം സിനിമ വിമർശിക്കപ്പെടുന്നത് ഉറപ്പായിട്ടും. ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ സിനിമകൾ എന്റെ സിനിമകൾ എല്ലാ കാലത്തും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ പടം എനിക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല, തുടക്കത്തിൽ തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോക്കിരിരാജ മുതൽ ഇന്ന് വരെ എല്ലാ സിനിമകളിലും ക്രിട്ടിക് എന്ന് പറയുന്ന വിമർശനം ഇതില്ലെങ്കിലാണ് എന്തോ അതില്ലെങ്കിൽ എനിക്ക് പ്രശ്നമുള്ള കൺഫ്യൂഷൻ. പോലെ. അയ്യോ ഇത് കുഴപ്പമാണ്, ഇല്ലാത്ത പടം ഉണ്ടായിരുന്നു വിശുദ്ധനൊക്കെ ചെയ്ത വിശുദ്ധനെ പടം. വൻ പരാജയമായിരുന്നു. സോ എന്റെ എല്ലാ കൊമേഴ്സും വിമർശനം എന്ന് പറയുന്നത് ഇപ്പൊ സിനിമ നമ്മൾ ഉണ്ടാക്കി ആളുകൾക്ക് കാണാൻ വേണ്ടി കൊടുക്കുന്നു. നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി ഒരു കടയിൽ കൊണ്ടുവച്ച് ആളുകളെ വിളിച്ചു കയറ്റി ഭക്ഷണം കൊടുക്കുന്നത് കൊള്ളുകയില്ലാന്ന് ഒരുത്തന് തോന്നി അയാൾക്കത് പറഞ്ഞിട്ട് ഇറങ്ങി പറയാം. പോകും. തീർച്ചയായും അത് റൈറ്റ് പക്ഷെ മാത്രമല്ല അതേ അതിന്റെ അപ്പുറത്തെ ഡെസ്കിൽ ഇരുന്നിട്ട് നല്ല വെട്ടി അടിക്കുന്ന ആളുകളുണ്ടാവും. ഇതിൽ മനുഷ്യന്റെ എല്ലാം തോ- ഭിന്നമായ അഭിരുചിയാണ്. അഭിരുചികളാണ്. ഇപ്പൊ എന്റെ സിനിമ 95 ഇറങ്ങിയ സിനിമയാണ് കിങ്. വർഷം എത്രയായി? 30 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതിലെ ഡയലോഗ് വെച്ചിട്ട് വിമർശിക്കുന്നുണ്ട്. സോ വിമർശനം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം. Part of it. പിന്നെ ഞാൻ അതിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ബെറ്റർമെന്റ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ആലോചിക്കാറുള്ള ആളുമാണ്. അത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ടോപ്പിക്ക് ആ വിമർശനം ഒരു സെലിബ്രേഷനായി മാറുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. അത് ഇപ്പോഴാണ് അത് അങ്ങനെ ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. വിമർശിക്കാം. വൈശാഖ ഷോട്ട് റിപ്പീറ്റ് ചെയ്തു, ജെയ്ക്സ് ബി ജോയ് അങ്ങനെ ചെയ്തു, രഞ്ജി പണിക്കർ ശ്വാസം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പലതരത്തിൽ ആരെയും വിമർശിക്കാം. പൃഥ്വിരാജ് അങ്ങനെ ആയില്ല. ഞാൻ ഈ പർട്ടിക്കുലർ സിനിമയുടെ പശ്ചാത്തലത്തിലേ അല്ല പറയുന്നത്. ബട്ട് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. അതിലെപ്പോൾ വേണമെങ്കിൽ, അതായത് നമുക്ക് എൻ്റെ സിനിമ കണ്ട് കൈയടിച്ചിട്ട് എന്നൊന്നും പറയാൻ പറ്റുന്നതല്ല. കയ്യിലെ അധ്വാനിച്ച പണം മുടക്കി വന്നിട്ട് അതിന്റെ ഒരു അംശം മാറ്റി വെച്ചിട്ട് വന്ന് സിനിമ കാണുന്ന ആളുകളാണ്. അവരുടെ റൈറ്റ് ഏറ്റവും വലിയ റൈറ്റുമാണ്. ഇഷ്ടപ്പെട്ടില്ലട എന്ന് പറയാം. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതും ഇതിനെ കൊന്നേ തീരൂ എന്ന് പറയുന്ന രണ്ട് ആറ്റിറ്റ്യൂഡ്സ് ആണ്. വിമർശനമാണോ അധിക്ഷേപമാണോ ഏത് മീറ്ററാണ് നിങ്ങൾ? ഇതിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ ഉണ്ട്. വിമർശനത്തിന്റെയും അധിക്ഷേപത്തിന്റെയും അധിക്ഷേപമായി മാറുകയും അതൊരു എന്റർടൈൻമെന്റ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അധിക്ഷേപം എപ്പോഴും നമ്മളുടെ ഈ ഒരു സാധാരണ മാനസികാവസ്ഥകൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അധിക്ഷേപം എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ട് ജഡ്ജ് ചെയ്യും. അതെ. എന്താ വൈശാഖിന്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് പ്ലാൻസ്? നെക്സ്റ്റ് പ്ലാൻസ് തീരുമാനമായില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനമായി അച്ഛന്റെ കാര്യം അച്ഛന്റെ കാര്യം റെഡിയാക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ല, അതൊക്കെ ഒരുപാട് പ്രോസസ്. ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ അങ്ങനെ പെട്ടെന്ന് സിനിമ ചെയ്യാറില്ല. ഇപ്പൊ ഒരു സിനിമ കഴിഞ്ഞ് നല്ല ബ്രേക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ വർക്കുകളും ചെയ്തിട്ട് തന്നെ ചെയ്യും. എന്തായാലും എല്ലാവരും എല്ലാവരും ഖലീഫ പോയി കാണും. കാണാത്തവരൊക്കെ കാണും. കണ്ട അഥവാ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ. അതാ ഞാൻ പറഞ്ഞത്, ആരോടെങ്കിലും അഭിപ്രായം എന്റെ അടുത്ത് ആരും വിളിച്ചിട്ട് സിനിമ മോശമാണെന്ന് പറഞ്ഞു. എന്റെ അടുത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും അഭിപ്രായം എൻജോയ് ചെയ്തു എന്നേ പറഞ്ഞു. എനിക്ക് അതിൻ്റെ അകത്ത് ജിനുവിന്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജിനു പറഞ്ഞു, ചേട്ടാ നമ്മുടെ റേറ്റിംഗിൽ നമ്മൾ താഴെ പോയിട്ടില്ല, നമ്മൾ മേലോട്ടാണ്. അയാളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അയാളൊരു സാധാരണ കളക്ഷനിൽ നമ്മള് ഉണ്ട് ആ കാര്യത്തിൽ സംശയം വേണ്ട. ഗംഭീരമായിട്ട് കളക്ട് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അതെ, ഞാനത് പറഞ്ഞു വന്നത്. അതായത് അഥവാ നിങ്ങൾക്ക് ആരുടെ അഭിപ്രായം ചോദിക്കണമെങ്കിൽ കണ്ട ഒരാളോട് ചോദിക്കും. സിനിമ കണ്ട ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് പോകും. അതുപോലും വേണ്ട കേട്ടോ, സിനിമ പോയി കണ്ടിട്ട് തീരുമാനിക്കൂ. അതല്ല, എന്തിനാണ് സ്വന്തം അഭിപ്രായം വേറൊരാൾ എടുക്കുന്നത്? സ്വന്തം തീരുമാനം വേറൊരാളെ കൊണ്ട് എടുപ്പിക്കുന്നത് എന്തിനാണ്? കാണൂ ഖലീഫ, എല്ലാവരും കാണും. താങ്ക് യു. Thank you. Yes.